ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, അനുഗ്രഹീതമായ ക്രിസ്മസ് നോമ്പ് ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബേബി സാം സാമുവേൽ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ്റെ കനമേതുമില്ലാതെ എന്ന പുസ്തകത്തിലെ സുന്ദരമായൊരു വാചകം മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. അതിർത്തിയിലെ യുദ്ധങ്ങളേക്കാൾ ഭയാനകമാണ് ആന്തരിക സംഘർഷങ്ങൾ. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധങ്ങളേക്കാൾ കഠിനവും ഭീകരവുമല്ലേ പലപ്പോഴും മനുഷ്യരായ നമ്മുടെ മനസ്സിനകത്തുള്ളതായ ആന്തരിക സംഘർഷങ്ങൾ. ഈ നോമ്പ് നമ്മുടെ ആന്തരികമായ സംഘർഷങ്ങൾക്ക് അവസാനം വരുത്താൻ, അറുതി വരുത്താൻ, ഏറ്റവും കുറഞ്ഞത് അല്പം അയവ് വരുത്താനെങ്കിലും ഇടയായി തീരണം. 3 ചോദ്യങ്ങൾ ജീവിതത്തോട് തന്നെ നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? 2, എൻ്റെ ജീവിതത്തിൻ്റെ ലഹരികൾ എന്തൊക്കെയാണ്? 3, എൻ്റെ ജീവിതം എന്തിനോടാണ് ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്നത്? ജീവിതത്തിൻ്റെ ലഹരി ജീവിതം തന്നെ ലഹരിയാക്കി തീർക്കാൻ നമ്മെ സഹായകരമാക്കി തീർക്കണം. ജീവിതം ലഹരിയല്ലാത്ത മനുഷ്യന് മറ്റെന്തിലാണ് ലഹരി കണ്ടെത്താൻ കഴിയുക? മറ്റെന്തിലൊക്കെ ലഹരി കണ്ടെത്തിയാലും അവൻ്റെ ജീവിതത്തിന് അതൊരിക്കലും സന്തോഷകരമായി തീരുകയില്ല. ജീവിതം എവിടെയെങ്കിലും ഒക്കെ ബന്ധിക്കപ്പെട്ടിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു എന്നല്ലാതെ മുന്നോട്ട് നീങ്ങുകയില്ല. കെട്ടിയിട്ട വഞ്ചി രാത്രി മുഴുവൻ തുഴഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ എവിടെയും എത്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞ തുഴക്കാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 3, ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഈ യാത്ര അവസാനിക്കേണ്ടുന്നത് എന്ന ലക്ഷ്യബോധം എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷകരമാക്കി തീർക്കണം. ഇന്നത്തെ ദിവസം മനസ്സിരുത്തി ധ്യാനിക്കാം. അതിർത്തിയിലെ സംഘർഷങ്ങളെക്കാൾ, യുദ്ധങ്ങളെക്കാൾ സംഘർഷഭരിതമാണോ എൻ്റെ ആന്തരിക മനസ്സിൻ്റെ അവസ്ഥ? ജീവിതത്തിൻ്റെ ലഹരി എന്തെന്നും ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നും ജീവിതം എന്തിനോടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ ആത്മശോധന നടത്തി അനുഗ്രഹീതമായ ഈ ക്രിസ്മസ് കാലം സന്തോഷകരമാക്കി തീർക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.